കണ്ണൂർ കതിരൂരിലാണ് ഒരു സ്നേഹസദ്യ നടക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു സദ്യ നടക്കുന്നത്. പക്ഷേ ഈ സദ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഡിവൈഎഫ്ഐയുടെയും വയനാടിനെ ചേർത്ത് പിടിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ്. അതായത് ഇവിടെയുള്ള ആളുകളെല്ലാം വരുന്നു, ഡിവൈഎഫ്ഐ ഒരുക്കിയിട്ടുള്ള സദ്യ കഴിക്കുന്നു. ആ സദ്യ കഴിക്കുന്നവർ അവർക്ക് കഴിയാവുന്ന ഒരു തുക ഇവിടെ നിക്ഷേപിക്കുന്നു. ആ തുക റീബിൽഡ് വയനാടിനായി ചിലവഴിക്കും. നമ്മളോടൊപ്പം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളുണ്ട്. അപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയുണ്ട്. ധാരാളം ചലഞ്ചുകൾ യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐ ആവിഷ്കരിച്ചിട്ടുണ്ട്, തട്ടുകട അങ്ങനെ പലതും. അതിൽ CMDRF-ലേക്കും ഒപ്പം ഡിവൈഎഫ്ഐന്റെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് ഇപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് സദ്യ കൊടുക്കുന്നു, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഈ വയനാട് ദുരന്തമുണ്ടായ ആ ദിവസം തന്നെ ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികളൊക്കെ അവിടെ പോയിരുന്നു. തുടർച്ചയായ ദിവസങ്ങൾ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വീട് നഷ്ടപ്പെട്ടുവല്ലോ. അപ്പോൾ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചുരുങ്ങിയത് 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കും എന്നായിരുന്നു അന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത്. അന്ന് ഡിവൈഎഫ്ഐ അത് പറയുമ്പോൾ തന്നെ സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണവുമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് പറഞ്ഞത്. സർക്കാരുമായി ഞങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ പദ്ധതി പ്രയോഗത്തിൽ വരുത്തും. പിന്നെ ഞങ്ങൾ മറ്റൊന്ന് പറഞ്ഞത്, ഇതിനാവശ്യമായ പണം കണ്ടെത്താൻ നേരിട്ട് ആളുകളിൽ നിന്ന് പണം പിരിക്കുകയല്ല, വിവിധ ചലഞ്ചുകൾ ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അത്തരം ചലഞ്ചുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ വ്യത്യസ്തമായ ഒരു ചലഞ്ചാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു സ്നേഹസദ്യയാണ്. ഇവിടെ എല്ലാവർക്കും വന്ന് ഭക്ഷണം കഴിക്കാം, അവരവർക്ക് ഇഷ്ടപ്പെട്ട തുക ആ ബോക്സിനകത്ത് നിക്ഷേപിക്കാം. ഇതുപോലെയുള്ള നിരവധി സ്നേഹത്തിൻ്റെ ചായക്കടകൾ ഞങ്ങൾ തുറക്കുകയുണ്ടായി. ആ ചായക്കടകളിൽ നിന്നെല്ലാം നല്ല വരുമാനമാണ് ലഭിച്ചത്. എല്ലാ വിഭാഗം ആളുകളും ഇതുമായി സഹകരിക്കുകയാണ്. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടുള്ള ഇവിടെ മുഴക്കുന്ന് മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ നിന്ന് അവിടെയുള്ള നടവരവാണ് ഇന്നലെ ഡിവൈഎഫ്ഐയുടെ ഈ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള മേൽശാന്തി തന്നത്. ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന്, പള്ളികളിൽ നിന്ന് ജാതി മത വ്യത്യാസമില്ലാതെ ഈ പദ്ധതിയുമായി സഹകരിക്കുകയാണ്. യുവാക്കളുടെ അധ്വാനം ചെലവഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇപ്പം കണ്ണൂരിൽ അവർ ബൈക്കും കാറും കഴുകിക്കൊടുത്ത് അതിൻ്റെ വരുമാനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, തടി ചുമന്നിട്ടുണ്ട്, ഹോട്ടലുകളിൽ ജോലി എടുത്തിട്ടുണ്ട്, ഇതുപോലെയുള്ള ചലഞ്ചുകൾ നടത്തിയിട്ടുണ്ട്, ആക്രി പൊറുക്കിയിട്ടുണ്ട്, ഈ മാലിന്യം നിറഞ്ഞ ജലാശയങ്ങളിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പ്ലാസ്റ്റിക് പൊറുക്കി അതിൻ്റെ വരുമാനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ കൂടിയാണ് ഡിവൈഎഫ്ഐ ഫണ്ട് കണ്ടെത്തുന്നത്. സ്വന്തം നിലയ്ക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തി വീട് വെച്ച് കൊടുക്കും, അങ്ങനെ ഒരു പദ്ധതിയാണോ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് എന്താണോ നിർദ്ദേശിക്കുന്നത്, സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി യോജിച്ചും സർക്കാരിന്റെ നിർദ്ദേശാനുസരണവുമായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മൾ അതിനാവശ്യമായ പണമാണ് കണ്ടെത്തുന്നത്. ഇനി ഗവൺമെന്റുമായി കൂടിയാലോചിച്ച് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം അതായത് വിവിധങ്ങളായ ചലഞ്ചുകൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്തെമ്പാടും ഡിവൈഎഫ്ഐയുടെ, അതൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു. അതിനിടെ 2 സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു രാജപുരത്തും കോതമംഗലത്തുമാണെന്ന് തോന്നുന്നു, 2 സ്ഥലത്ത് പോർക്ക് ചലഞ്ച് പോർക്ക് ചലഞ്ച് നടത്തി. അതിൽ പക്ഷേ വ്യാപകമായ വിമർശനങ്ങളൊന്നുമില്ല. പക്ഷെ 1-2 വിമർശനങ്ങൾ വന്നു. അതിൽ ശ്രദ്ധിച്ചത് ഒരു നാസർ ഫൈസി കൂടത്തായുടെ ഒരു വിമർശനമാണ്. അതായത് അദ്ദേഹം അങ്ങയുടെ ശ്രദ്ധയിൽ വന്നു കാണും. ആ യഥാർത്ഥത്തിൽ എന്താണ് മറുപടി? ഒരു വിമർശനമല്ല, അതൊക്കെ ചില വർഗീയവാദികളുടെ ജൽപ്പനങ്ങളാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിൽ വിഷം കലക്കുകയാണ് ഇത്തരം ശക്തികൾ ചെയ്യുന്നത്. അത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അതിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇത്തരം വിഷജന്തുക്കളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവമായ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് പോർക്കിനെ കുറിച്ച് മാത്രം ഇവർ പറയുന്നത്? ഇവിടെ ഭക്ഷണത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ നാട്ടിൽ വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നേ ഭക്ഷണം പാടില്ല എന്ന് കെ സുരേന്ദ്രനെ പോലെയുള്ള RSSന്റെയും BJPയുടെയും ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിൽ അത്തരം ആളുകളുടെ വാദത്തിന് ബലം കൊടുക്കുന്നതാണ് ഈ കൂടത്തായിമാരുടെ പ്രസ്താവനകൾ. അപ്പോൾ കൂടത്തായിയും സുരേന്ദ്രനൊക്കെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇവരെല്ലാം വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത്. ഈ വർഗീയതയുടെ കൂടെയല്ല ഈ കേരളം എന്ന് സാക്ഷ്യപ്പെടുന്ന നിലയിലാണ് ഇവിടെ എല്ലാം കൂടിയ ജനങ്ങളുടെ എല്ലാം പങ്കാളിത്തം നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് കൂടത്തായിമാർക്കൊന്നും കേരളത്തെ അങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. കൂടത്തായിയൊക്കെ അങ്ങേയറ്റം വർഗീയതയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അവരുടെ വാദം ജനങ്ങൾ ഏറ്റെടുക്കില്ല. ഇനിയിപ്പോൾ അവരുടെ വാദം ഏറ്റെടുത്താൽ പിന്നെ മുസ്ലിം സഹോദരങ്ങൾക്ക് സർക്കാർ ജോലിയിൽ തുടരാൻ പറ്റുമോ? റേഷനറി വാങ്ങാൻ പറ്റുമോ? ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? ഇപ്പോൾ കാരുണ്യ ഫാർമസി, കാരുണ്യ പദ്ധതി പ്രകാരമുള്ള ചികിത്സ, അത് കാരുണ്യ ലോട്ടറിയിൽ കൂടിയാണ് പണം സമാഹരിക്കുന്നത് അല്ലേ? സഹകരണ ബാങ്കുകൾ ഒരുപാട് CMDRF-ലേക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പന്നി കർഷകർ സംഭാവന കൊടുത്ത് ഇത്ര നില കാണുകയുണ്ടായി. അപ്പം ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നേ വഴിയിൽ കൂടി മാത്രമേ ഡിവൈഎഫ്ഐ പണം സമാഹരിക്കാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും അങ്ങ് കൽപ്പന പുറപ്പെടുവിച്ചാൽ
അതൊന്നും അനുസരിക്കാൻ ഡിവൈഎഫ്ഐ ബാധ്യസ്ഥരല്ല. അത്തരം കൽപ്പനകളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനവും ഈ കേരളവും മുന്നോട്ട് വന്നത്. അങ്ങനെ ആ മീറ്റ് അല്ലെങ്കിൽ പോർക്ക് കൂടുതൽ കഴിക്കുന്ന ആളുകളുള്ള, വാങ്ങിക്കാൻ ആളുകളുള്ള സ്ഥലത്ത് നമ്മൾ അത്തരം ഒരു വഴി കണ്ടെത്തും. പോർക്ക് നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. പോർക്ക് വേണ്ടവർക്ക് പോർക്ക്, ബീഫ് വേണ്ടവർക്ക് ബീഫ്, ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ, പച്ചക്കറി വേണ്ടവർക്ക് പച്ചക്കറി. അതിനൊന്നും ആരും ഒരു നിർബന്ധം എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് ഇത്തരം വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ രാഷ്ട്രീയം, അതിന്റെ താല്പര്യം, അത് പച്ച വർഗീയതയാണ്. കൂടത്തായിമാരെ പോലെയുള്ള വിഷജന്തുക്കളെ കേരളം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നേരത്തെയും ബീഫ് ഫെസ്റ്റൊക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയ ഘട്ടത്തിൽ നടത്തിയിരുന്നു. അതിന്റെ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തെ കൂടെ ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് റദ്ദ് ചെയ്യും വിധമുള്ള പരാമർശമായി പോകുന്നുണ്ടോ? അവര് നടത്തുന്നതാണോ? ഇപ്പോൾ ഇങ്ങനൊരു വർഷം ഉണ്ടാക്കുന്നു. പക്ഷെ അന്ന് ബീഫ് ഫെസ്റ്റ് നടത്തിയ ഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയമായിരുന്നു. അപ്പോൾ അതിനെ കൂടി ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയം, അത് അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ സുരേന്ദ്രനെ പോലെയുള്ള RSSനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണോ അതിന്റെ മറുപതിപ്പാണിത്. രണ്ടും വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത്. ഈ പ്രാദേശിക ഘടകങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, അത് ഡിവൈഎഫ്ഐ അതിനെക്കുറിച്ച് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ്. അതിനൊന്നും ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഒരാശങ്കയുമില്ല. ഇതെല്ലാം കേരളത്തിന് മുന്നിൽ പരസ്യമായി ചെയ്യുന്നതാണല്ലോ. ഇപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളുമായി കൂടുതൽ സംവദിക്കേണ്ടതുണ്ട്. ഇപ്പം ആരെങ്കിലും ഡിവൈഎഫ്ഐ നിർബന്ധിച്ച് പോത്തിറച്ചി വാങ്ങിപ്പിക്കുകയോ അല്ലെങ്കിൽ പന്നിയിറച്ചി വാങ്ങിപ്പിക്കുകയോ ചെയ്തിട്ടല്ലോ. അത് വേണ്ട ആളുകൾ വാങ്ങട്ടെ, അത്രയും ആ കാര്യത്തിൽ പറയാനുള്ളൂ. അതിന് ഡിവൈഎഫ്ഐയുടെയും സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഒപ്പം സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അതായത് ഇവിടെ ഈ സ്നേഹസദ്യയിൽ ഇവിടെ നമുക്ക് കാണാം വയനാടിനെ വീണ്ടെടുക്കാമെന്ന് പറയുന്ന, ഇവിടെ സ്നേഹസദ്യക്ക് വരുന്ന ആളുകൾക്ക് ഇതിൽ തുക നിക്ഷേപിക്കാം. ഈ തുക ഈ റീബിൽഡ് വയനാട് പദ്ധതിക്കായി ഉപയോഗിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ ആളുകളെ ഈ പദ്ധതിയിലേക്ക്, അതായത് ഇവിടെ സ്നേഹസദ്യ ഒരുക്കുന്നു, ഇതിലേക്ക് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ക്ഷണിക്കുന്നു. അവർ വന്ന് സദ്യ കഴിക്കുന്നു. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള ഒരു തുക അവർ സംഭാവനയായി നൽകുന്നു. ആ സംഭാവന റീബിൽഡ് വയനാടിന് വേണ്ടി അല്ലെങ്കിൽ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ചെലവഴിക്കുന്നതാണ് പദ്ധതി. അങ്ങനെ വിവിധങ്ങളായ ചലഞ്ചുകളുണ്ട്. അതിൽ ഒരു പദ്ധതിയാണ് സ്നേഹസദ്യ എന്ന പേരിൽ നല്ല ഗംഭീരൻ സദ്യ ഒരുക്കിയാണ് വയനാടിന് വേണ്ടി ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ധനസമാഹരണം നടത്തുന്നത്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ.